SSC, RRB, PSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ 9 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. സോൾ, ടെറ, ലൂണ എന്നീ AI മോഡലുകൾ പുറത്തിറക്കിയ കമ്പനി ഏത്? ഓപ്പൺ AI. ChatGPTയുടെ നിർമ്മാതാക്കളായ ഓപ്പൺ AI ആണ് സോൾ, ടെറ, ലൂണ എന്നിവ പുറത്തിറക്കിയത്. കമ്പനിയുടെ ഇതുവരെയുള്ളതിൽ ഏറ്റവും കരുത്തുറ്റ പ്ലാറ്റ്ഫോമായ GPT-5.6ൽ നിർമ്മിച്ചതാണിവ. ഇവയിൽ സോൾ ആണ് ഏറ്റവും കരുത്തുറ്റ മോഡൽ. ടെറയും ലൂണയും ശേഷിയിൽ 2-3 സ്ഥാനത്താണ്. ഏജന്റിക് AI വിഭാഗത്തിൽപ്പെടുന്ന സോളിന് കോഡിംഗ്, ശാസ്ത്ര ഗവേഷണം, സൈബർ സുരക്ഷ എന്നിവയിൽ നിർണായക സംഭാവനകൾ നൽകാൻ സാധിക്കും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടി പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷൻ. ഉത്തര റെയിൽവേക്ക് കീഴിൽ ജിന്ദിനും സോനിപത്തിനുമിടയിൽ 89 കിലോമീറ്റർ ദൂരത്തിലാണ് സർവീസ് നടത്തുന്നത്. ഇതോടെ നിലവിൽ ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിക്കുന്ന ജർമ്മനി, ജപ്പാൻ, ചൈന, US എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ പേരും ചേർക്കപ്പെടും. ടാങ്കിൽ സംഭരിച്ച ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായി ഫ്യൂവൽ സെൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതി ഉപയോഗിച്ചാണ് ഈ തീവണ്ടിയുടെ എഞ്ചിൻ പ്രവർത്തിക്കുക. അടുത്തിടെ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ച കേരള, കർണാടക സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം ബൈരക്കുപ്പ പാലം. മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിലെ പെരിക്കല്ലൂർ കടവിൽ നിന്ന് തുടങ്ങി കബനി നദിക്ക് കുറുകെ കർണാടക ഗ്രാമമായ ബൈരക്കുപ്പയിലേക്ക് 160 മീറ്റർ നീളത്തിലാണ് പാലം. അടുത്തിടെ US-ൽ നിന്നും ടോമോഹോക്ക് മിസൈലുകൾ വാങ്ങാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ജർമ്മനി. ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസ് അങ്കാറയിൽ നാറ്റോ ഉച്ചകോടിക്കിടെ മെർസും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടത്തിയ ചർച്ചയിലാണ് ടോമോഹോക്ക് മിസൈലുകൾക്കായുള്ള താൽപ്പര്യപത്രം ഒപ്പുവെച്ചത്. ഇവ റഡാറുകളുടെ കണ്ണിൽപ്പെടില്ല. US നാവികസേനയും ബ്രിട്ടീഷ് റോയൽ നേവിയും ഉപയോഗിക്കുന്ന ലോങ് റേഞ്ച് സബ്സോണിക് ക്രൂസ് മിസൈലുകൾ. മധ്യവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാമത് ഡൽഹി. രാജ്യങ്ങളുടെ പട്ടികയിൽ താഴ്ന്ന മധ്യവർഗ വിഭാഗത്തിലാണ് ഇന്ത്യ ഇപ്പോഴും. 2007 മുതൽ ഇന്ത്യ ഈ വിഭാഗത്തിലാണുള്ളത്. ശരാശരി $4,636 പ്രതിശീർഷ വരുമാനമുള്ളവരാണ് ഉയർന്ന മധ്യവർഗ വിഭാഗത്തിൽ വരുന്നത്. ആളോഹരി വരുമാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും പിന്നിൽ ബീഹാറാണ്. ലോകബാങ്കിന്റെ പുതിയ പട്ടിക പ്രകാരം ഉയർന്ന മധ്യവർഗ സമ്പദ് വ്യവസ്ഥയുടെ ഗണത്തിലേക്ക് എത്തിയ അയൽ രാജ്യമാണ് ശ്രീലങ്ക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയന്തോയും ചേർന്ന് സംയുക്ത സംരക്ഷണ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ഇന്തോനേഷ്യയിലെ ക്ഷേത്രം യോഗ്യകർത്തയിലെ പ്രംബനൻ ക്ഷേത്രം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ഇന്തോനേഷ്യൻ സാംസ്കാരിക മന്ത്രാലയവും ചേർന്ന് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തും. ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്ര സമുച്ചയം ഇന്തോനേഷ്യയിലെ മധ്യജാവ പ്രവിശ്യയുടെയും യോഗ്യകർത്ത പ്രവിശ്യയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഹിന്ദു ബുദ്ധമത ക്ഷേത്ര സമുച്ചയങ്ങളുടെ കൂട്ടമാണ് പ്രംബനൻ ക്ഷേത്ര സമുച്ചയ പ്രദേശങ്ങൾ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇവ ഇടം നേടിയിട്ടുണ്ട്. സമാധാനപരമായ ആണവ ആവശ്യങ്ങൾക്കായി ഇന്ത്യക്ക് യുറേനിയം നൽകാൻ കരാറിലേർപ്പെട്ട രാജ്യം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഇരു നേതാക്കളും പങ്കെടുത്ത 400ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലാണ് കരാർ പ്രഖ്യാപിച്ചത്. 2015 ആണവ സഹകരണ കരാർ വ്യവസ്ഥ പ്രകാരം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് യുറേനിയം കൈമാറാം. കസാക്കിസ്ഥാൻ, ഫ്രാൻസ്, റഷ്യ, കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് നിലവിൽ ഇന്ത്യ യുറേനിയം എത്തിക്കുന്നത്. അടുത്തിടെ മിഷൻ മില്യൺ ഓക്ക് ട്രീസ് ബൈ 2047 എന്ന പരിസ്ഥിതി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം സിക്കിം. സിക്കിം ഗവൺമെന്റ് പരിസ്ഥിതി സംരക്ഷണത്തിനായി ആരംഭിച്ച പദ്ധതിയാണിത്. 2047ഓടെ സംസ്ഥാനത്ത് 10 ലക്ഷം ഓക്ക് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തദ്ദേശീയമായ ഓക്കുമരങ്ങളുടെ വനങ്ങൾ പുനഃസ്ഥാപിക്കുക വഴി ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കുവാനും ജലവൈവിധ്യം സംരക്ഷിക്കുവാനും സാധിക്കും. സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാം ആണ് ലാഗ്യാപ് റിസർവ് ഫോറസ്റ്റിൽ വെച്ച് പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സിനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.